സ്വീറ്റ് പൊട്ടറ്റോ പായസം അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അതിൻ്റെ പായസം ഉണ്ടാക്കുക. അതിനുവേണ്ടി ഇതിവിടെ കിട്ടുന്നത് ഈ കളറാണേ, കണ്ടില്ലേ? നാട്ടിലെ പോലത്തെ അല്ല, ഇവിടെ കിട്ടും, പിങ്ക് കളറിലും കിട്ടും, പക്ഷേ ഇതാണ് ഒത്തിരി കോമൺ ആയിട്ട് ഇവിടെ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ തൊലി ആദ്യം പീൽ ചെയ്ത് കളയാം. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ രണ്ടും പീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യാം. അത് ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ട ക്യാരറ്റാന്ന് തോന്നത്തില്ല, ക്യാരറ്റിൻ്റെ കളറല്ലേ. സ്വീറ്റ് പൊട്ടറ്റോ പായസം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് 2 കപ്പുണ്ട്. ഇതിലേക്ക് നെയ്യ് എടുത്തിട്ടുണ്ട്, തേങ്ങ ഞാൻ പീര എടുത്തിരിക്കുന്നത്, പിന്നെ കാഷ്യൂസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, 1 ലിറ്റർ പാലും ഉണ്ട്. ഇത്രയും ഇച്ചിരി സോൾട്ട് ഇടും, ഉപ്പിടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാന്ന്. പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണേ. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ അതിടാൻ പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കുക്കറിൽ വേവിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്യാതെ പീസസ് ആക്കി ഇട്ടിട്ട് പെട്ടെന്ന് കുക്കറിൽ വേവിച്ചിട്ടിട്ട് അത് ഉടച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതൊരു 5 മിനിറ്റ് നെയ്ക്കകത്തിട്ട് വഴറ്റി. ഇപ്പം തന്നെ ഇതുണ്ടല്ലോ 3/4 ഭാഗം വെന്ത് ഉടഞ്ഞിട്ടില്ല, പക്ഷേ ഇത് സ്റ്റിൽ വെന്തേ. അപ്പം ഇതിലോട്ട് പാല്, 1 ലിറ്റർ പാലാണ്, അത് ഒഴിക്കാൻ പോവാം. ക്യാരറ്റ് പോലെയല്ല ഇരിക്കുന്നത്, ക്യാരറ്റ് പായസം പോലെയുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചിത് വേവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ. ഈ സമയം ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഞാൻ ഇനിയും ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചിരുന്നത് വേവട്ടെ. ഇത് ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചൊന്ന് ഉടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ആക്കിയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താലും ചെയ്തില്ലേലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു. അപ്പം ഒന്നൊന്ന് വെന്തതങ്ങ് ഉടയും ഒന്നിച്ചിട്ട്. ഇതിലോട്ട് ഞാൻ തേങ്ങ പീരയാണ് ഇടുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണ മധുരം കഴിക്കുന്ന ആൾക്ക് ഇത് പാകത്തിനുണ്ട്. ഞാൻ മീഡിയം ലോയിലാണ് വെച്ചിരിക്കുന്ന ഫ്ലെയിം. അപ്പോൾ അത് ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് കുറച്ച് പാലൊന്ന് പറ്റി ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ എടുക്കാം. ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് കുറുക്കിയെടുക്കണം. ഇതിനി തണുക്കുമ്പോൾ ഇച്ചിരി കൂടെയും കുറുകും. അപ്പോൾ ഇതാണ് ഞാനിപ്പം തന്നെ കണ്ടില്ലേ, ഇരുന്ന് കുറുകും. അപ്പോൾ കറക്റ്റ് ആവും. എന്നിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇതിലോട്ട് ഒരു നുള്ള് സോൾട്ട് ആഡ് ചെയ്യണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കാഷ്യൂസും റൈസിൻസും ഒക്കെ വറുത്തെടുക്കാം. ചൂടായ ഒരു ചെറിയ പാനിലേക്ക് 1 ടീസ്പൂണും നെയ്യ് ഒഴിക്കാം. 10 കാഷ്യൂസ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂണ് റൈസിൻസും കൂടി ഇട്ടു. റൈസിൻസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാമേ. നെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വറുത്തത് ഇനിയും പായസത്തിലോട്ടിട്ട്, സ്വീറ്റ് പൊട്ടറ്റോ പായസത്തിലോട്ടിട്ടിട്ട് ഇളക്കി എടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് വെച്ചുള്ള പായസം റെഡിയായി. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടായിരുന്നല്ലോ. 10 മിനിറ്റ് എളുപ്പം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ട്. ഇതൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, അത് ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസം. ഇത് വിഷു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഹാപ്പി വിഷു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.